CMRL എക്സാലോജിക് കേസിൽ ശശീന്ദ്രൻ കർത്തയുടെ മൊഴി സംബന്ധിച്ചുള്ള വാർത്ത തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വരുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കർത്തയുടേതെന്ന് പറഞ്ഞ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ്. കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെങ്കിലും കേസ് തന്നിലേക്ക് എത്തിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. തന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കാൻ എന്നും ശ്രമിക്കാറുണ്ട്. ഈ ശ്രമം തുടരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മൊഴി ആരാ പുറത്തുവിട്ടിരിക്കുന്നത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചറുടെ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് മാത്രം അത് ശരിയാകുമോ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ, അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ എന്തെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് എന്തെങ്കിലും ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചുനാൾ നോക്കൂ, എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല. നല്ല ശ്രമം നടത്തി നോക്കൂ, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ. കേസ് എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നല്ലേ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും, അത് വരട്ടെ, അപ്പോൾ നോക്കാമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വീണയുടെ പേരിൽ മറ്റൊരു കമ്പനി ഉണ്ടോ എന്ന ചോദ്യത്തിന് കമല ഇന്റർനാഷണൽ വിട്ടോ എന്നായിരുന്നു പരിഹാസം നിറഞ്ഞിട്ടുള്ള പിണറായി വിജയന്റെ മറുപടി. പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് വിവാദമായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് പുറമെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടെയുണ്ടെന്ന വിവരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നത്. എക്സാലോജിക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മെയ് 27-ന് വീണയുടെ വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കമ്പനിയെക്കുറിച്ചുള്ള നിർണായക രേഖകൾ കണ്ടെടുത്തത്. മെഡിക്കൽ ഉപകരണങ്ങളുടെയും മറ്റു വിതരണം പ്രധാന പ്രവർത്തന മേഖലയാക്കിയ കമ്പനിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് അറിയുന്നത്. ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ കോടികൾ കൈപ്പറ്റിയെന്ന CMRL സാമ്പത്തിക ഇടപാട് കേസിന്റെ വ്യാപ്തി കൂട്ടുന്ന രീതിയിലേക്കാണ് ലേക്കർ ഇന്ത്യയിലേക്ക് മീഡിയ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസിൽ ശക്തമായ സാമ്പത്തിക അറ്റാച്ച്മെന്റ് നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന പണം ED മരവിപ്പിച്ചു. മാതൃഭൂമിയാണ് ലേക്കർ ഇന്ത്യ കമ്പനിയുടെ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. എന്നാൽ ഈ ആരോപണം തള്ളുകയാണ് പിണറായി. CMRL ഉടമ ശശീന്ദ്രൻ കർത്ത EDക്ക് നൽകിയ നിർണായക മൊഴിയും പിണറായിക്കെതിരെയാണ്. എക്സാലോജിക് കമ്പനിക്ക് കരാർ നൽകിയതും കോടികൾ കൈമാറിയതും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പവും സ്വാധീനവും കാരണം മാത്രമാണെന്നും കർത്ത അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു സമ്മതിച്ചു. വീണ തൈക്കണ്ടിയോ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയോ CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്നും ശശീന്ദ്രൻ കർത്ത മൊഴി നൽകിയിട്ടുണ്ട്. 2024 ഏപ്രിലിൽ കർത്തയുടെ വീട്ടിൽ വെച്ച് ED നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായക വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. യാതൊരു സേവനവും നൽകാതെ പിണറായി വിജയന്റെ സ്വാധീനം ഉപയോഗിച്ച് പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലാണ് കേസിന്റെ ഗതി മാറ്റിയത്. ശശീന്ദ്രൻ കർത്തയുടെ ഇതേ മൊഴിയുടെ അടിത്തറയിലാണ് കേസിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടന്നത്. വീണയുടെയും അവരുടെ കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ED മരവിപ്പിച്ചതും ഇതിന്റെ നേരിട്ടുള്ള തുടർച്ചയായാണ്. വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ കടുത്ത വിമർശനവും കൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. ഇതേ പത്രസമ്മേളനത്തിൽ തന്നെയാണ് അദ്ദേഹം അത് ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്നും എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയെന്നത് BJP അജണ്ടയാണ്. രാജ്യത്ത് BJP ഇതര സർക്കാർ എന്ന നിലയ്ക്ക് ആദ്യമായി അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായാണ് കേരളത്തെ UDF സർക്കാർ മാറ്റുന്നത്. ഇത് കൃത്യമായ സംഘപരിവാർ സേവയാണ്. അത് പൂർണ്ണമായി തുറന്നു കാട്ടപ്പെടുമ്പോഴാണ് നിലവിട്ട സംസാരിക്കുന്ന നില അദ്ദേഹത്തിന് വന്നതെന്നും പിണറായി കുറ്റപ്പെടുത്തി. LDF സർക്കാരുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചത്. മുഖ്യമന്ത്രിയായപ്പോൾ താനും അതേ നിലപാടാണ് ഉയർത്തിപ്പിടിച്ചത്. അതുതന്നെയാണ് താൻ ഇപ്പോഴും തുടരുന്നതെന്നും പിണറായി പറഞ്ഞു. അമുസ്ലിങ്ങളെ ബോർഡിൽ തിരികെ കയറ്റാനുള്ള BJPയുടെ സ്ഥാപിത താൽപര്യമാണ് കേന്ദ്ര ഭേദഗതിക്ക് പിന്നിൽ. അതിനോട് വിയോജിക്കുക എന്നത് വർഗീയവാദം പ്രചരിപ്പിക്കലാണോ? അതിനോട് യോജിച്ചു പോകൽ സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിലുള്ള നഗ്നമായ കീഴടങ്ങലല്ലേ? അതിനെതിരെ വിയോജിക്കുന്നവരെ BJP
സർക്കാർ അധിക്ഷേപിക്കുന്നത് മനസ്സിലാകും. അവരുടെ നിലപാട് വർഗീയ നിലപാടാണ്. എന്നാൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ബിജെപിയുടെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ രാജ്യമാകെ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആ കാലത്ത് ഏകകണ്ഠമായി ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. LDF സർക്കാർ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോൾ 2 സീറ്റ് ഒഴിച്ചിട്ട് അത് ചെയ്തത്. പുതിയ നിയമനവുമായി യോജിച്ചു പോകുന്ന നിലപാടല്ല LDF സ്വീകരിച്ചത്. യോജിച്ചു പോകുന്നതായിരുന്നുവെങ്കിൽ അമുസ്ലിങ്ങളെ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്താമായിരുന്നു. അതിനെതിരെ നിയമ പോരാട്ടം നടത്തുകയാണ് സർക്കാർ ചെയ്തത്. ഇതാണ് വസ്തുത. അതിനെ കണ്ണടച്ചിരുട്ടാക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് ചേർന്ന നടപടിയല്ല. മുസ്ലിം ഇതര അംഗങ്ങൾ വഖഫ് ബോർഡിൽ വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം വർഗീയവാദിയാണെന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? UDF ഈ വിഷയത്തിൽ മലക്കം മറിഞ്ഞത് ചോദ്യം ചെയ്താൽ വർഗീയവാദിയാകുമോ? അങ്ങനെയെങ്കിൽ സംഘപരിവാറിന്റെ നാവ് കടമെടുത്ത മുഖ്യമന്ത്രി സംസാരിക്കുകയാണെന്ന് പറയേണ്ടി വരുമെന്നും പിണറായി വിജയൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്.